ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بأبها. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു മഹനീയമായ ഒരാരാധനാകർമ്മമാകുന്നു നമസ്കാരം എന്നുള്ളത്. ഇതൊരു കൽപ്പനയെന്നോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരു ഹദീസിലൂടെയും നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 98-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറഞ്ഞില്ലേ, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കുവാനും നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും സക്കാത്ത് കൃത്യമായി കൊടുത്തുവിട്ടുവാനും വേണ്ടിയല്ലാതെ നാം അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് വക്രതയില്ലാത്ത മതം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പനയെന്നോളം നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും, ഖംസു സ്വലവാത്തിൻ കതബഹുന്നല്ലാഹു അലൽ ഇബാദ്. അടിമകളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, ഒട്ടേറെ ആയത്തുകൾ ആ ഒരു കൽപ്പന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല വിശ്വാസികളുടെ ഒരു ഗുണം പോലും നമസ്കരിക്കുന്നവരുടെ ഗുണമാണ്. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 70-ാമത്തെ അധ്യായമായ സൂറത്തുൽ മആരിജിൻ്റെ 23-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പറഞ്ഞു, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. അവരെപ്പോഴും നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്? നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എപ്രകാരമാണോ നമസ്കരിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണേ. എന്നാൽ മാത്രമേ സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല ഏറ്റവും നല്ല അമല്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അസ്സലാത്തു അലാ വഖ്തിഹാ. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു മഹത്തായ ആരാധനാ കർമ്മം തന്നെയാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അസ്സലാത്തുൽ ഖംസ് വൽ ജുമഅതു ഇലൽ ജുമഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന മജ്തുനബത്തിൽ കബായിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വൻ പാപങ്ങളല്ലാത്ത എല്ലാ പാപങ്ങളും 5 നേരത്തെ നമസ്കാരം കൊണ്ട് പുറത്തു കൊടുക്കുമത്രേ. ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കുമെന്നാണ്. വറമളാനു ഇലാ റമളാൻ. ഒരു റമളാനിൻ്റെ ഇടയിലുള്ള, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ആദ്യമായി വിചാരണ ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കണേ. നമസ്കാരം നിർവഹിക്കാത്ത മനുഷ്യന്മാർ അവർ കാഫിറായി പോയിരിക്കുന്നു എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിൻ്റെയും ഒരു മുസ്ലിം അല്ലാത്തവൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമസ്കാരമാണ്.
ആ നമസ്കാരത്തെ ആര് ഒഴിവാക്കിയോ അവന് കാഫിറായി പോയിരിക്കുന്നു, സത്യത്തെ നിഷേധിച്ചവനായിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നമസ്കാരത്തിൻ്റെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ونحمل هم هذه الجاليات بآيات الكتاب البينات بها كم أبصروا سبل النجاة فضجوا بالشهادة ناطقين فضجوا بالشهادة ناطقين